പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം ധ്യാനിക്കുന്നത് സങ്കീർത്തന പുസ്തകം 18:35. അവിടെ വചനം വെളിപ്പെടുത്താണ്, അങ്ങ് എനിക്ക് രക്ഷയുടെ പരിച നൽകി. തുടർന്ന് പറയാണ്, അവിടുത്തെ വലത് കൈ എന്നെ താങ്ങി നിർത്തി, അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. ശരിക്കും പ്രിയ സഹോദരങ്ങൾ, നമ്മൾ ശരിക്കും സ്വസ്ഥമായിട്ട് ഇരുന്ന് നോക്കി. ഇന്ന് ഈ ചൊവ്വാഴ്ച ദിനം വിശുദ്ധ അന്തോണീസിൻ്റെ കൂട്ടായ്മയിൽ ശരിക്കും ഗാഢമായി ആഴത്തിൽ ധ്യാനിക്കേണ്ട ദൈവവചനം യേശുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ വചനം പ്രിയ സഹോദരങ്ങളെ 18:35 ആഴത്തിൽ ചിന്തിക്കണം. അങ്ങ് എനിക്ക് രക്ഷയുടെ പരിച നൽകി, അവിടുത്തെ വലത് കൈ എന്നെ താങ്ങി നിർത്തി, അവിടുത്തെ വാത്സല്യം എന്നെ വേറൊന്നുമല്ല, എന്നെ വലിയവനാക്കിയത് അവിടുത്തെ വാത്സല്യമാണ്. പ്രൈസ് ദ ലോർഡ്. നമ്മൾ കുട്ടികളൊക്കെ നമ്മൾ എന്ത് കുറുമ്പ് ചെയ്താലും അല്ലേ, 1 വയസ്സ് 6 മാസം 1.5 വയസ്സൊക്കെ ആയി കുട്ടി എന്നിപ്പോൾ അപ്പച്ചനെ ഒന്ന് ഇടിച്ചു, അല്ലെങ്കിൽ ഇക്കിളിയാക്കി, അതൊക്കെ നമുക്ക് എന്ന് ആ കുട്ടി എന്ത് ചെയ്താലും നമുക്ക് വാത്സല്യമാണ്, സ്നേഹത്തിൻ്റെ ഒരു ധാരാളിത്തമാണ് വാത്സല്യം എന്ന് പറയുന്നത് അല്ലേ. ശരിക്കും അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി എന്നൊക്കെ പറയുമ്പോൾ നോക്കൂ സഹോദരങ്ങളെ, ഈ ലോകത്തിൽ അതുകൊണ്ടല്ലേ പറയുന്നത്, പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം ഈ വചനം ശരിക്ക് ഇത് വലിയ വചനം നമ്മൾ ആഴത്തിൽ ധ്യാനിക്കുകയാണെങ്കിൽ നമ്മുടെ ശൂന്യതാബോധം നഷ്ടപ്പെടും സഹോദരങ്ങളെ. നമ്മുടെ ആ ശൂന്യതയിലേക്കൊക്കെ യേശുവിൻ്റെ സ്നേഹം ഒഴുകും. അത്തരത്തിലുള്ള ഒരു രക്ഷയുടെ അനുഭവത്തിലേക്ക് സ്വർഗം നമ്മെ വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ അന്തോണീസൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വചനത്തിൻ്റെ കൃപ അനുഭവിച്ചതുകൊണ്ടാണ്, അതായത് ഈ ലോകത്തിലെല്ലാവരും ഒറ്റപ്പെട്ടപ്പോഴും ആ ഒറ്റപ്പെടൽ സാധാരണ നമ്മൾ മറ്റുള്ളവരൊക്കെ നമ്മളെ തിരസ്കരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖം ശോകമായിരിക്കും അല്ലേ. പ്രിയ സഹോദരങ്ങളെ, അത്തരത്തിലുള്ള ഒരു ആത്മീയതയിലേക്ക് സ്വർഗം നമ്മെ വഴി നടത്തട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.